സദ്യ സ്പെഷ്യൽ ഇഞ്ചമ്പുളി ഉണ്ടാക്കാം. പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂണ് ഉലുവ, അത് കഴിഞ്ഞാൽ 1.5 ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്, 2 തണ്ട് കറിവേപ്പില ഇടാം. എല്ലാം ഇതായി കഴിഞ്ഞാൽ 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതാണ്, പിന്നെ 8 പച്ചമുളക് അരിഞ്ഞത്. ഇതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. കുറച്ച് കോൽപ്പുളി നമ്മൾ കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിരുമ്പി അതിൻ്റെ ഇതൊക്കെ എടുക്കുക. ഇപ്പം ഇത് നന്നായി ഇതിൻ്റെ കുത്തൊക്കെ ഒതുങ്ങി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. 2.5 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ കുറച്ചിട്ടിട്ട് ഒന്ന് വഴറ്റുക. ഈ പൊടികളൊക്കെ മണം കുത്തൊക്കെ ഒതുങ്ങുമ്പോൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. നമുക്കിതാവുമ്പോഴത്തേനും 8 ഈത്തപ്പഴം നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. ഒരു 8 ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിരിക്കണത്. ചെറിയ അച്ചായ കൊണ്ടാണ് ടേട്ടാണ് എടുത്തത്. വലുതാണെങ്കിൽ 2 3 ഒക്കെ മതിയാവും. അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കണ ഈന്തപ്പഴമില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വറ്റിച്ചെടുക്കാം നന്നായിട്ട്. ഇഞ്ചമ്പുളി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് കായപ്പൊടി, സദ്യക്കുള്ള ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട്.